ഇന്ന് സമൂഹത്തിൽ എവിടെ നോക്കിയാലും വിവാദങ്ങൾ, തിന്മകൾ, വളരെ മോശപ്പെട്ട വാർത്തകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ പ്രചരിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ മാനസികാവസ്ഥ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരു ആസ്വാദനം നേടുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇത് വലിയ അപകടകരമായൊരു കാര്യമാണ്. കാരണം നന്മ ലൗഡാകുന്നില്ല, നന്മയെ വിളിച്ചു പറയാൻ ആരും തന്നെ ഇല്ല. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു പോസ്റ്റ് വായിക്കുമായിരുന്നു. അധ്യാപകർക്കുണ്ടാകുന്ന തെറ്റുകൾ, അതെങ്ങനെ കുട്ടികൾ അതിലെങ്ങനെ ഇടപെടുന്നു, കുട്ടികൾ അതെങ്ങനെയാണ് അധ്യാപകരെ തിരുത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഞാനതൊന്ന് ചോദിച്ചോട്ടെ, ഒരു 100 അധ്യാപകരിൽ എത്ര അധ്യാപകരാണ് ഈ തെറ്റുകൾ ചെയ്യാനായിട്ട് രാവിലെ എഴുന്നേറ്റ് വരുന്നത്? ഒരു 99 അധ്യാപകനും ഇത് നന്മ ചെയ്യാനായിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുങ്ങി വരുന്നവരാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയ കാര്യങ്ങളെ ഇങ്ങനെ പർവ്വതീകരിച്ച് സമൂഹത്തിൽ എങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ വിഷം കുത്തിവയ്ക്കാം, ഇതാണ് പലരുടെയും ഒരു പ്രധാനപ്പെട്ട ഹോബി. അതുപോലെ തന്നെ ഈ വലിയ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെയുള്ള, അല്ലെങ്കിൽ കുറേ വിവാദങ്ങൾ വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റീവായിട്ട് സംസാരിച്ച് വാർത്താ പ്രാധാന്യങ്ങൾ സൃഷ്ടിക്കുന്നവരെല്ലാം ഇവിടെ അങ്ങ് കൂടുതലായിട്ട് ആഘോഷിക്കുകയാണ്. പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം വാർത്താ ചാനലുകൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയും അതിൻ്റെ പുറകിനാണ്. എങ്ങനെയെങ്കിലും കുറച്ച് ഒക്കെ ലൈക്ക് കൂടുതൽ കിട്ടുക, എങ്ങനെയെങ്കിലും കുറേ പോപ്പുലാരിറ്റി കിട്ടുക, ഇതിനപ്പുറത്തേക്ക് യാതൊരു ലക്ഷ്യങ്ങളുമില്ല. ഇവിടെയാണ് നന്മയുള്ളൊരു സമൂഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആരും, ഇപ്പം മതത്തിൻ്റെ തന്നെ ദോഷകാര്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ ഒരുപാട് പേരുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ മോശ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഒരുപാട് പേരുണ്ട്. നല്ല കാര്യങ്ങളെ ലൗഡാക്കാൻ ആരും തന്നെയില്ല. എനിക്ക് ഈ ഒരു ചെറിയ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നന്മ കൂടുതൽ ലൗഡായിട്ട് ലോകത്തോട് പറയണം. സ്കൂളുകളിലൊക്കെ കോളേജുകളിലൊക്കെ നന്മകളെ കൂടുതൽ നമുക്ക്, അതൊക്കെ ചെയ്യുന്ന കുട്ടികളെയൊക്കെ നമുക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം. എല്ലാ സ്കൂളുകളിലും എല്ലാ കോളേജുകളിലും ഒരു നന്മ ചെയ്യുന്ന ഒരാളിന് ഒരു അവാർഡ് കൂടെ ഒക്കെ കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഈ നന്മയ്ക്കൊരു വിലയുണ്ടെന്ന് സമൂഹം അറിയട്ടെ, കുട്ടികൾ അറിയട്ടെ.